അപ്പോൾ നമ്മുടെ ബ്രോഡ്വേയിൽ നിന്ന് റാഫി കരീം ചേരുകയാണ്. റാഫി, നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ തന്നെ ബ്രോഡ്വേയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സ്വാഭാവികമായി ഇപ്പോൾ തിരക്കിൻ്റെ സമയമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ബ്രോഡ്വേ കൊണ്ട് നിറഞ്ഞ് കവിയാൻ പോവാം, തർക്കമില്ല. റാഫി കേൾക്കാവോ? ഓക്കെ, എറണാകുളം ബ്രോഡ്വേ നിൽക്കുകയാണ്. റാഫി കേൾക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇനി അവിടെ വലിയ ബഹളമൊന്നുമില്ല, എന്തോ ഫോൺ കട്ടായി പോയാണെന്ന് അറിയില്ല. പക്ഷേ നോക്കൂ, എല്ലായിടത്തും ബ്രോഡ്വേയിലുള്ളത് നമുക്ക് ഈ കാല് കുത്താൻ ഇടമില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ നിലയിലുള്ള തിരക്കുണ്ട് എറണാകുളം ബ്രോഡ്വേയിൽ. ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് എറണാകുളം ബ്രോഡ്വേയിലേക്ക് എത്തുന്ന ആളുകളെല്ലാം തന്നെ. പ്രധാനമായും ബ്രോഡ്വേയിൽ ഈ വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ്. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഭാഗമായി വസ്ത്രങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് ഇവിടെ ആളുകളുള്ളത്. നമുക്ക് ഈ ആളുകളുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ചേച്ചി, ഈ ഓണത്തിന്റെ ഒരുക്കത്തിലാണോ? അതെ. ഈ വസ്ത്രങ്ങൾ വാങ്ങാൻ ഈ ഇപ്പൊ ഉത്രാടപ്പാച്ചിലിനിടയിൽ ബ്രോഡ്വേയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ അതെ. എങ്ങനെയുണ്ട് സെലക്ഷനൊക്കെ? കുഴപ്പമൊന്നുമില്ല. എല്ലാം എടുത്തു കഴിഞ്ഞോ? എടുത്തു കഴിഞ്ഞു. നാളത്തെ സദ്യവട്ടത്തിന്റെ ഒരുക്കങ്ങളെല്ലാം എന്തായി? ആയിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. അവസാനമായിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം വാങ്ങി നാളെ സദ്യ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുടുംബമൊക്കെ ആയിട്ട് ഓണം ആഘോഷിക്കാൻ. അതെ അതെ. എങ്ങനെയുണ്ട് വിലയൊക്കെ? വില ഇപ്പം താരതമ്യം പൊതുവെ എല്ലായിടത്തെക്കാളും കുറവായിട്ടാണ് തോന്നുന്നത്. ശരിക്കും ഞാൻ കോട്ടയത്താണ്. അപ്പൊ ജോലി കഴിഞ്ഞിട്ട് വരുന്ന വഴിയെല്ലാം മേടിച്ചോണ്ട് പോകാൻ ഓർത്തുകൊണ്ട് വരുന്നതാണ്. ഇതിലാണ് എല്ലാവരും തന്നെ ഈ ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ്, വസ്ത്രങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ്. ചേച്ചി, ഓണത്തിന്റെ പർച്ചേസ് അല്ലേ? മലയാളം അറിയില്ല. ഒരു വലിയ തിരക്കിലാണ്. നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഇത് തമിഴ് കൊഞ്ചം കൊഞ്ചം അറിയോ? അശ്വിനി, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എല്ലാവർക്കും വലിയ തിരക്കാണ് ബ്രോഡ്വേയിൽ. നമുക്കറിയാം, രാവിലെ മുതൽ പതിവിൽ വിപരീതമായി ബ്രോഡ്വേയിൽ രാവിലെ തന്നെ കടകൾ തുറന്നിരുന്നു. 11 മണിക്ക് സജീവമായി ഉണ്ടായിരുന്ന ബ്രോഡ്വേ ഇന്ന് 7 മണി മുതൽ വളരെ സജീവമായി വളരെ വലിയ തിരക്കിലായിരുന്നു. ആ നിലയിലാണ് കച്ചവടക്കാർക്കും വലിയ സന്തോഷമാണ്. കാരണം ഇത്തരത്തിൽ ഓണത്തിന്റെ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രോഡ്വേ പോലുള്ള സ്ഥലങ്ങളിൽ ചെറുകിട കച്ചവടക്കാർക്കും ഈ ഓണം അവർക്ക് വലിയ ആഘോഷമാണ്. ചേച്ചി, എങ്ങനെ ഓണം പർച്ചേസ് ആണോ? എല്ലാ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞോ? ഇല്ല, വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കുന്നു. വാങ്ങിക്കുന്നു. സദ്യയൊക്കെ ഒരുക്കി ഓണാഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതെ അതെ. ചേച്ചി, എങ്ങനെ ഓണം പർച്ചേസ് ആണോ? ഓണത്തിന്റെ ആണോ? ഓണത്തിന്റെ ഞാൻ ജോലി ഓണം ആഘോഷിക്കുന്നില്ല ഇപ്പൊ? പിന്നെ ആഘോഷിക്കേണ്ടത് നാളെ. സദ്യയൊക്കെ ഒരുക്കി ഓണാഘോഷിക്കാണ്. പിന്നെ എന്തായാലും ആഘോഷിക്കും. പിന്നെ ഹാപ്പി ഓണം. ആശ്വി, എല്ലാവരും ഓണത്തിന്റെ ഒരുക്കങ്ങളിലാണ്, ഓണം പർച്ചേസിലാണ്. ഈ വസ്ത്രങ്ങളെല്ലാം വാങ്ങി അവർക്ക് വേണ്ട സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കി നാളെ ഒരു സദ്യ ഒരുക്കി കുടുംബത്തോടൊപ്പം ഓണം ഉണ്ണണം. നമുക്ക് എറണാകുളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം വാഴയില വരെ ഈ ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് വേണം ഇവിടുത്തെ ആളുകൾക്ക് ഓണം ആഘോഷിക്കാൻ. അപ്പോൾ എല്ലാവരും എല്ലാ കടകളിലും കയറിയുള്ള പർച്ചേസിനാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു കുടുംബമുണ്ട്. എങ്ങനെയാണ്, ഓണം പർച്ചേസിലാണോ? ഓണം പർച്ചേസില്ല. എങ്ങനെയാണ് ആഘോഷം? ഓണം നന്നായിട്ട് ഇത്തവണ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കുടുംബത്തോടൊപ്പം. ഞാൻ ഒമാനിലാണ്. ഓണം ആഘോഷിക്കാൻ വേണ്ടി മാത്രം വന്നാണ്. നാളെ പോയിട്ട് മറ്റന്നേ തിരിച്ച് ഒമാനിലേക്ക് പോകും. അതായത് ഒരു ഓണം ആഘോഷത്തിന് 5 ദിവസത്തേക്ക് വേണ്ടി ഒമാനിൽ നിന്ന് എത്തിയതാണ്. തീർച്ചയായിട്ടും. എങ്ങനെ ഈ പർച്ചേസ് എല്ലാം കഴിഞ്ഞു? പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുന്നു. വസ്ത്രങ്ങളൊക്കെ വാങ്ങി. ഈ പച്ചക്കറിയൊക്കെ വാങ്ങിയോ? പച്ചക്കറി സ്വന്തമായിട്ട് ഒരു പച്ചക്കറി കട വീട്ടിലുണ്ട്. പച്ചക്കറി വാങ്ങിയത് കുഴപ്പമില്ല. ഈ ഒമാനിൽ നിന്ന് ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ പർച്ചേസ്. ഹാഷ്മി, ബ്രോഡ്വേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. പലപ്പോഴും നമ്മൾ ഈ എറണാകുളംകാരുടെ ഒരു സ്പോട്ടാണല്ലേ, വഴിയോര കച്ചവടം. അവിടെ നിന്നൊക്കെ സാധാരണ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോഴത്തേക്ക് തിരക്ക് എന്തായിരിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ രാവിലെ മുതൽ തന്നെ തിരക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി സമയം 4 മണിയാവുന്നു. ഇനിയിപ്പോൾ 5 മണി 6 മണി 7 മണി എന്നൊക്കെ പറയുന്ന സമയം ബ്രോഡ്വേയിൽ വലിയ തിരക്കിന്റെ സമയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.